എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ ലൈറ്റ് കയറാകതയാ. ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ടാക്കിയവനാണ് ഈ പഴം ഉണ്ടാക്കിയ ദൈവത്തിനെയാണ് ഈ പഴം കൊടുത്ത് അണക്കുന്നത്. രാവിലെ ഇട്ടിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഈ ഇത്രയും നക്ഷത്രമൊക്കെ ഉണ്ടാക്കിയ എന്തൊരു പേട്ട് ദൈവങ്ങളെയാണ് ഇവനൊക്കെ ആരാധിക്കുന്നത്. ചോദിന് ഗുരുവായൂരപ്പന് ശബരിമല യാത്താവെന്നൊക്കെ ഇത് രണ്ട് പഴം കൊടുത്ത് ഇണക്കാൻ പറ്റുന്ന ഈ നക്ഷത്രമൊക്കെ ഉണ്ടാക്കിയ ദൈവത്തിനെ പറ്റിയൊക്കെ മനുഷ്യന്മാർക്ക് ഭ്രാന്ത് കൊണ്ട് പറയുന്നതല്ലേ. ശ്രീ മൈത്രേയനോടുള്ള സംവാദത്തിന് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. സംബന്ധിച്ചിട്ട് കാര്യമില്ലാന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യമുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഈ സൂര്യനും 9 ഗ്രഹങ്ങളും കൂടി അടങ്ങിയ സൗരയൂഥം ഒരു ശൂന്യതയിലൂടെ പ്രകാശത്തിനെ കഴിഞ്ഞും വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശൂന്യതയെ സൃഷ്ടിച്ച ആ മഹത്തായിട്ടുള്ള എന്തോന്നാണ് ഈശ്വരൻ, അല്ലെങ്കിൽ ഈ ശൂന്യത തന്നെയാണ് ഈശ്വരൻ. അപ്പം ഈ ഈശ്വരനെ നമുക്ക് ആരാധിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കണ്ടാരാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിൽ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ബിംബങ്ങളാണ് ഈ ദേവതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദേവതയും ആരാധിക്കുമ്പോൾ ഓരോ ക്വാളിറ്റീസും നമുക്ക് സംശീകരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ലഘുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയൺ ബോക്സ് ഉണ്ട്, ഫാനുണ്ട്, ബൾബുണ്ട്, മോട്ടറുണ്ട്, AC ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ കറണ്ട് ആവശ്യമുണ്ട്. ഈ കറണ്ടാണ് ഈശ്വരൻ. ഇതേപോലെ തന്നെ ഈ ഓരോ ഇലക്ട്രിക് ഉപകരണങ്ങളും ഓരോ ധർമ്മം നമുക്ക് തരുന്നുണ്ട്. ഫാൻ കാറ്റ് തരുന്നു, AC തണുപ്പ് തരുന്നു, ബൾബ് പ്രകാശം തരുന്നു, മോട്ടോർ വെള്ളം വലിച്ചു കയറ്റുന്നു എന്ന് പറഞ്ഞതുപോലെ ഓരോ ദേവതയും ആരാധിക്കുന്ന സമയത്ത് ആ ദേവതയുടെ ഗുണങ്ങൾ നമ്മളിലേക്ക് സ്വാംശീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട്, ആ ധർമ്മങ്ങൾ. അപ്പോൾ ഗണപതിയെ ആരാധിക്കുന്ന സമയത്ത് നമ്മുടെ വിഘ്നങ്ങൾ മാറുന്നു, സരസ്വതിയെ ആരാധിക്കുന്ന സമയത്ത് നമുക്ക് വിദ്യ കിട്ടുന്നു, ലക്ഷ്മി ആരാധിക്കുന്ന സമയത്ത് നമുക്ക് ധനം കിട്ടുന്നു. അപ്പം ഭഗവാൻ കൃഷ്ണനെ തന്നെ പല രൂപത്തിൽ ഉണ്ണിക്കണ്ണനായിട്ട് ആരാധിക്കുന്നുണ്ട്, അത് ഗുരുവായൂർ. അപ്പം നമ്മൾ ഈ ദേവതകളെ ആരാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഭാഗമായിട്ട് നമ്മളെ എല്ലാ പൂജാ പദ്ധതികളും, പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണതയിൽ ജനിക്കുന്നതെന്നാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു നന്ദി ഭാവം വരുമ്പോൾ അത് നമ്മൾ എന്തെങ്കിലും രീതിയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന് പൂജയുടെ രൂപത്തിൽ നമ്മൾ നൈവേദ്യം കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പഴം കൊടുക്കുന്നത്. അതിനെ മണ്ടത്തരം എന്ന് വിളിച്ച ആളോട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല. അപ്പം നമ്മുടെ മനസ്സിൻ്റെ തൃപ്തി, നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു നന്ദിഭാവം ആ ഒരു ദേവതയോട് അറിയിക്കുന്നതാണ് ഈ പൂജകളെല്ലാം. നമ്മുടെ മനസ്സിലെ തൃപ്തി അറിയിക്കലാണ്. ഇത്രയും പറയാൻ അവസരം ഉണ്ടാക്കി തന്ന മൈത്രേയനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.